പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുക എന്നുള്ളത് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. യേശു സ്നാനമേറ്റു പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു, അതായത് പ്രാർത്ഥനയിലേക്ക് നയിച്ചു. താൻ പിന്നീട് 40 ദിവസത്തിന് ശേഷം തിരിച്ചു വന്നത് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്കാണ്. പിന്നീട് തൻ്റെ ശുശ്രൂഷ അതിശക്തമായിരുന്നു. ആത്മാവ് നയിക്കുന്നിടത്തേക്ക്, അത് മരുഭൂമിയാണെങ്കിലും പോകാൻ തയ്യാറായാൽ ജീവിതത്തിൽ ഇന്നുവരെയില്ലാത്ത ജയങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുവാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയിലൂടെ അസാധാരണമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വരുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ ഒന്നുകൂടി ഭരമേൽപ്പിക്കുന്നു. അവരുടെ കുടുംബ അന്തരീക്ഷത്തിൽ ഈ പ്രാർത്ഥന വലിയ മാറ്റങ്ങളും ഉയർച്ചകളും കൊണ്ടുവരണമേ. പരിശുദ്ധാത്മാവരെ തൊടണമേ. അസാധാരണ വിടുതലുകൾ ആ ഭവനത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിൽ ഉളവായി വരട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ. എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പാനായി വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ. അരുൾക അരുൾക ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീനത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീനത്തെ നീ കാട്ടുക. തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും ആടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ. ആടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാൻ. അരുൾക അരുൾക ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീനത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീനത്തെ നീ കാട്ടുക. എന്റെ ആയുസ്സിന്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടെ യേശുവേ എന്നെ ഞാൻ
പിതാക്കന്മാർ, അപ്പോസ്തലന്മാർ അവർ ദൈവസന്നിധിയിൽ ദൈവഹിതത്തിനു വേണ്ടി മാത്രം കാത്തിരുന്നവരാണ്. ദൈവത്തിൻ്റെ വഴികളെ അവർ പ്രാപിച്ചെടുത്തു. ദൈവത്തിൻ്റെ വഴികൾ അവർ ആരാഞ്ഞു. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അവർ കണ്ടുപിടിച്ചു. അവരുടെ വഴിയിലേക്ക് ദൈവത്തെ പ്രാർത്ഥിച്ചു കൊണ്ടുവരികയല്ല, ദൈവത്തിൻ്റെ വഴിയിലേക്ക് അവർ കടന്നുപോയി. അതിനുള്ള പ്രാർത്ഥനയും കണ്ണുനീരും അവർക്കുണ്ടായി. മക്കദോനിയ യാത്ര തന്നെ നമുക്കറിയാം. ദൈവഹിതമല്ലാത്ത ചില സ്ഥലത്തേക്ക് അവർ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. ദൈവത്തിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല. നമ്മൾ ചെയ്യുന്നത് കർത്താവിൻ്റെ വേലയായിരിക്കാം, പക്ഷേ ദൈവം ഉദ്ദേശിച്ച സ്ഥലത്ത് ദൈവത്തിൻ്റെ വേല ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. പൗലോസിന്റെ ചരിത്രം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മൾ 17 മുതൽ വായിച്ചു തുടങ്ങി. മിലേത്തോസിൽ ആസിയയിലുള്ള ദൈവവേലക്കാരെ കൂട്ടിവരുത്തി ഒരു സെമിനാർ നടത്തുകയാണ്. അവസാനത്തെ തൻ്റെ യാത്ര പോകുന്ന വഴിയാണ്. താൻ നേരെ യെരുശലേമിലേക്ക് പോകാൻ പോവുകയാണ്. യെരുശലേമിൽ തനിക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കാത്തിരിക്കുകയാണ്. അനേകർ പ്രവചിച്ചു, എന്താണ്, ഒരു കാരണവശാലും പൗലോസ് യെരുശലേമിലേക്ക് പോകരുത്. പക്ഷെ ഓരോ പ്രാവശ്യം ആരെല്ലാം പറയുന്നുവോ താൻ അങ്ങോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. എന്താ കാരണം? തൻ്റെ മേലുള്ള ആത്മനിയോഗമാണ്. ദൈവാത്മാവ് എങ്ങോട്ട് നയിക്കുമോ അവിടെ നിന്ന് തന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റുവാൻ ആർക്കും സാധ്യമായിരുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ 22, 23 വാക്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് വേഗത്തിൽ വരുന്നത്. താൻ മിലേത്തോസിലെ ആ കൂട്ടായ്മയിൽ എഫെസോസിലുള്ള മൂപ്പന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ എങ്ങോട്ട് പോകുന്നു? ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. പൗലോസ് സ്വയമായി പോകുന്നവനല്ല, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരാണെന്ന് താൻ തന്നെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ആത്മാവിൽ ബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ബന്ധനമാണ്. പൗലോസിന് വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് അന്നുള്ളവർ പറഞ്ഞില്ല. കാരണം എന്താണ്? ആത്മാവിൽ ബന്ധിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹമാണ്. ഒരു കാലത്ത് പാപത്തിൽ ബന്ധിക്കപ്പെട്ട പൗലോസ്, നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനുമായിരുന്നവൻ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവൻ, ലോകബന്ധനങ്ങളിൽ മൂടിപ്പോയവൻ, ദൈവത്തിന്റെ വഴിവിട്ട് നടന്നവൻ, യേശുക്രിസ്തുവിനാൽ സന്ദർശിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ഇപ്പോൾ പൗലോസ് ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാമും ഈ അനുഭവത്തിൽ തുടരണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതായത് ആത്മാവിന്റെ ബന്ധനം. പരിശുദ്ധാത്മാവ് നമ്മെ പിടിച്ചുകൊണ്ട് പോകണം. നാം നമ്മുടെ വഴിയിലേക്ക് പോകരുത്. ആത്മാവാണ് നമ്മെ വലിച്ചുകൊണ്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് എന്റെ നുകം വളരെ മൃദുവാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു നുകം നമ്മളാകുന്ന ദൈവവേലക്കാരിലേക്ക് കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നുകമുള്ളത് കൊണ്ട്, ഒരു കാളയുടെ മേൽ ഒരു നുകമുണ്ട്. ആ നുകമുള്ളത് കൊണ്ടാണ് ആ കാളവണ്ടി നിയന്ത്രിക്കുന്നതിനനുസരിച്ച് പോകുന്നത്. ഒരു നുകം തന്റെ കഴുത്തിന്റെ മുകളിലുണ്ട്. ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു നുകം നമ്മുടെ മേലുള്ളത് കൊണ്ട് ദൈവഹിതപ്രകാരമുള്ള വയലിലേക്ക് നമുക്ക് പോയി ഉഴുതുമറിക്കാൻ കഴിയും. ഒരു ദൈവവേല ചെയ്യുന്ന, ഒരു മിഷണറിയാകാൻ ആഗ്രഹിക്കുന്ന, ഒരു നല്ല വിശ്വാസ കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ നുകത്തിന്റെ കീഴെയായിരിക്കണം. ഇത് നമ്മൾ ആഗ്രഹിക്കുകയും ഇത് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവമേ, പണ്ട് നമുക്ക് പല നുകങ്ങളുണ്ടായിരുന്നു. എത്രയോ ബന്ധനങ്ങൾ കർത്താവ് നമ്മിൽ നിന്ന് അഴിച്ചു കളഞ്ഞതാണ്. എത്രയോ ശാപങ്ങൾ നമ്മെ വിട്ട് മാറിയതാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവെന്ന നുകത്തിന്റെ കീഴെയാണോ? നാം ഭാഗ്യമുള്ളവരാണ്. അല്ലാത്തവർ അതിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പുറത്തു വരട്ടെ.
ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പൈശാചിക നുകങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ ഒടിഞ്ഞു പോകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പൊട്ടിമാറട്ടെ. പകരം പരിശുദ്ധാത്മാവിന്റെ നുകം ഈ ജനത്തിനുണ്ടാകട്ടെ. പൗലോസ് പറയുകയാണ്, ഞാൻ ബന്ധിക്കപ്പെട്ടവനാണ്, ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു. ചോദ്യം, പൗലോസ് എന്തുകൊണ്ടൊക്കെയാണ് യെരുശലേമിലേക്ക് പോകുന്നത്? ഒന്ന്, ഒരു ദൈവാലോചന തനിക്കുണ്ട്. എന്താണ്? താൻ യെരുശലേമിൽ ഉയർന്ന തലങ്ങളിൽ നിൽക്കും, അധികാരികളോട് വചനം പറയും, യെരുശലേമിൽ തന്റെ ജീവിതം സമാപിക്കും, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം സൂക്ഷിച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പൗലോസിന്റെ സമാപനം യെരുശലേമിലാണെന്ന് പൗലോസിന് ദൈവത്തിൽ നിന്ന് ആലോചന ലഭിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമാപനത്തെ കുറിച്ച് നമുക്ക് ഒരു നിയോഗം കിട്ടിയിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ പലരും പേടിക്കും. ഇങ്ങനെയുള്ള കഠിനമായ വാക്കുകളൊന്നും പറയല്ലേ. ഈ കൊറോണയൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവസാനം വെന്റിലേറ്ററിലാണോ? അല്ല. നമ്മുടെ അവസാനം ആശുപത്രി കിടന്നാണോ? അല്ല. ദൈവവേല ചെയ്യുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ വേല പൂർത്തിയാകാതെ നമുക്കൊരു സമാപനമില്ല. പൗലോസ് വളരെ കാലങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. യൗവന പ്രായത്തിൽ യേശുവിനാൽ പിടിക്കപ്പെട്ടവൻ വാർദ്ധക്യം വരെ കർത്താവിന് വേണ്ടി ഓടി, നന്നായിട്ട് അധ്വാനിച്ചു. തന്റെ വേല തീർന്ന ശേഷമേ തന്നെ തൊടുവാൻ മരണത്തിന് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് യേശു പീലാത്തോസിനോട് ഒരു കാര്യം പറഞ്ഞു. പീലാത്തോസ് യേശുവിനോട് പറഞ്ഞു, നിന്നെ വിട്ടയക്കാനും നിന്നെ ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. ഉടനെ യേശു, ഉയരത്തിൽ നിന്ന് അനുവദിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല. ദൈവം അനുവദിച്ചാൽ മാത്രമേ മരണത്തിന് നമ്മെ തൊടാൻ കഴിയൂ. ദൈവം അനുവദിച്ചാൽ മാത്രമേ രോഗത്തിന് നമ്മെ നശിപ്പിക്കാൻ കഴിയൂ. രോഗം വരില്ലെന്നല്ല, രോഗം വന്നു പോകട്ടെ, പക്ഷെ രോഗത്തിന് നമ്മെ തീർത്ത് കളയാൻ കഴിയില്ല. അനർത്ഥങ്ങൾ വന്നു പോകട്ടെ, എന്നാൽ അനർത്ഥങ്ങൾക്ക് നമ്മെ തീർത്ത് കളയാൻ കഴിയില്ല. പൗലോസിന് രോഗങ്ങൾ വന്നു, പൗലോസിന് അനർത്ഥങ്ങൾ വന്നു, പക്ഷേ തന്റെ വേല മുഴുവനും തീരാതെ പൗലോസ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടില്ല. അപ്പോസ്തലന്മാരെല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവവേല, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് തീർക്കുക. അത് തീർക്കാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. സ്ത്രീകളെ കുറിച്ച് പറയുന്നു, സ്ത്രീകൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അതിന്റെ അർത്ഥം എന്താ? പ്രസവിച്ച ഉടനെ ആ റാഹേൽ മരിച്ചതുപോലെ മരിക്കുമെന്നാണ്? അല്ല. മക്കളെ പ്രസവിച്ച് അവരെ വളർത്തി ഒരു കരയിൽ എത്തിച്ച് ഒരു നല്ല കുടുംബജീവിതം നയിച്ച് രക്ഷ പ്രാപിക്കുമെന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നല്ല കുടുംബജീവിതം നയിക്കുമ്പോൾ മറ്റുള്ളവർ പറയും, ഇതാ ഒരു വിശ്വാസി കുടുംബമാണ്. അനേക വിശ്വാസി കുടുംബങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ ചർച്ചിനെ ചർച്ച് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടായ്മയിലെ ഏറ്റവും നല്ല വിശ്വാസ കുടുംബമായിരിക്കണം. അത് തീർക്കണം. ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തീർക്കാതെ ഒരിക്കലും ദൈവം ഇടക്ക് വിളിച്ചുകൊണ്ട് പോകത്തില്ല. വീട്ടിലെ അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും മക്കളാണെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ച കുറെ ശുശ്രൂഷകളുണ്ട്. അതുകൊണ്ട് ഈ കേൾക്കുന്ന വചനത്തിൽ നിങ്ങൾ ധൈര്യപ്പെടുക, കർത്താവിൽ ബലപ്പെടുക. ദൈവവേല പൂർത്തിയാകാതെ നമുക്ക് ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ സാധ്യമല്ല. കാരണം നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പൗലോസ് എന്തുകൊണ്ട് യെരുശലേമിൽ പോകുന്നത്? ഒരു ദൈവാലോചനയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? ജാതികളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത ഒരു സംഭാവന തന്റെ കൈവശമുണ്ട്. ഇത് യെരുശലേമിൽ എത്തിക്കണം. കാരണമുണ്ട്. ഒന്ന്, യെരുശലേം വളരെ കഷ്ടത്തിലൂടെ യെരുശലേമിലെ സഭ കടന്നു പോകുന്ന ഒരു സമയം. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. കാരണം സഭ ആരംഭിക്കുന്ന സമയത്ത് യെരുശലേമിലെ സഭയിൽ അവരെല്ലാം വിറ്റുപിറക്കി കൊണ്ടുവന്ന പണം കൊണ്ടാണ് പല നാടുകളിലേക്ക് സുവിശേഷ വേലക്ക് പലരെ അയക്കാൻ പറ്റിയത്. ഇപ്പോൾ ഖജനാവ് മുഴുവനും കാലിയായി. യെരുശലേമിലെ സഭയിൽ ഒന്നുമില്ല. മാത്രമല്ല, വല്ലാത്തൊരു ക്ഷാമത്തിന്റെ സമയം കൂടിയാണ്. യെരുശലേം സഭ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ യെരുശലേം സഭ മുഖാന്തരം രക്ഷിക്കപ്പെട്ട ജാതികളുടെ ഇടയിൽ ഒരു വലിയ പിരിവ് തന്നെ പൗലോസും ബർന്നബാസും ഒക്കെ നടത്തി.
അത് പൗലോസിന്റെ കയ്യിലുണ്ട് ആ പണം. പല ഘട്ടങ്ങളിലായിട്ട് അവർക്ക് യെരുശലേമിൽ എത്തിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ വീണ്ടും തന്റെ കൈവശമുള്ള പണം ജാതികളിൽ നിന്നെടുത്തത് യെരുശലേമിൽ കൊണ്ടുപോകണം. അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജാതികളെ എപ്പോഴും യെരുശലേമിലെ സഭ വേറെയായിട്ട് കണ്ടിരുന്ന ഒരു സമയമുണ്ട്. യെരുശലേം സഭ അറിയണം, ജാതികളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും കരുണയുള്ളവരും യെരുശലേമിലെ സഭയ്ക്ക് വളരെ പ്രയോജനമുള്ളവരാണെന്ന് അറിയിക്കാനും, ജാതികൾ എന്നില്ല, യെരുശലേമിലെ സഭയെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്ന് ഈ പണസമാഹാര നിമിത്തം ഇത് യെരുശലേമിൽ എത്തിച്ച് അവരെ കാണിച്ചു കൊടുക്കണം. പൗലോസ് ബന്ധപ്പെടുകയാണ്. അതായത് അകൽച്ചകൾ മാറ്റണം. ജാതികളെന്നും യെരുശലേമിലുള്ള യഹൂദ സഭയെന്നുള്ള അന്തരം ഈ പണം കൊണ്ടുപോയി അവരുടെ കയ്യിൽ എത്തിക്കുന്നതോടുകൂടി മാറിപ്പോകട്ടെ എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യെരുശലേമിലേക്ക് പോകാൻ ബന്ധപ്പെടുകയാണ്. യെരുശലേമിൽ ചെന്നാൽ മരണമുറപ്പാണ്. മരിക്കണമെങ്കിൽ മരിക്കട്ടെ. പക്ഷേ ജാതികളും യഹൂദന്മാരും തമ്മിലുള്ള അന്തരം യേശുവിന്റെ പേരിൽ ഉണ്ടാകരുത്. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ തന്നെ രണ്ട് ചേരിയായിട്ട് നിൽക്കുന്നവരെ ഇരുപക്ഷത്തെ ഒന്നാക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? പൗലോസിന്റെ ഒരു ഭാഷയാണ്, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇത് പൗലോസിന്റെ അകത്ത് കയറിയ ഒരു ഹൃദയ വിചാരമാണ്. ഇരുപക്ഷത്തെ ഒന്നാക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ രണ്ട് ചേരിയായിട്ട് മാറുന്ന ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞ് അത് വളരെയധികം അകന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ രക്തബന്ധങ്ങളുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ചർച്ചിൽ തന്നെ ഇടക്ക് ചില കാര്യങ്ങൾ രണ്ട് ചേരികളാക്കി, മൂന്ന് ചേരികളാക്കി മാറ്റാൻ സാധ്യതകൾ ഉപദേശപരമായിട്ടോ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളായിട്ടോ സംഭവിക്കാം. എന്നാൽ ഇതിനിടയിൽ പൗലോസിനെ പോലെ ഇരുപക്ഷങ്ങളെ ഒന്നാക്കുന്ന യേശു കർത്താവിനെ പോലെ സ്വർഗത്തിലുള്ളവരെയും ഭൂമിയിലുള്ളവരെയും ഒന്നാക്കി, മാത്രമല്ല യഹൂദന്മാരെ ജാതികളെ അവൻ ഒന്നാക്കി, ഇരുപക്ഷത്തെ ഒന്നാക്കുന്ന യേശു കർത്താവിന്റെ അതേ ഹൃദയം പൗലോസിലേക്ക് വന്നതുപോലെ ഇന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അകത്തേക്ക് ഈ വചനം ഇപ്പോൾ കയറി വരട്ടെ. അകന്നിരിക്കുന്നവർക്ക് തമ്മിൽ അകലം കൂട്ടുന്ന, എരുതിയിൽ എണ്ണ ചേർക്കുന്ന ചില പരിപാടി പല വീടുകളിലുള്ളവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചില വീടുകളിലുള്ളവർക്ക് ആ സ്വഭാവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അകന്നു നിൽക്കുന്നവരെ വീണ്ടും അകറ്റുന്ന ആ ദുഷ്ടാത്മാവ് ചില വീടുകൾ വിട്ട് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എന്നാൽ അകന്നു നിൽക്കുന്നവരെ തമ്മിൽ അടുപ്പിക്കുന്ന, ഇരുപക്ഷത്തെ ഒന്നാക്കുന്ന, അകന്ന ബന്ധങ്ങളെ വീണ്ടും അടുപ്പിക്കുന്ന, അറ്റുപോയ ചങ്ങലകളുടെ കണ്ണികളെ വീണ്ടും കൂട്ടി യോജിപ്പിക്കുന്ന പൗലോസിനെ പോലെയുള്ള ആത്മനിറവ് യേശുവിന്റെ നാമത്തിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വരട്ടെ. അകലങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീടുകൾക്കകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നാളുകളായിട്ടുള്ള അകലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അകലങ്ങൾ, ഒരു കുടുംബത്തിൽ പാർക്കുന്നുവെങ്കിലും ഹൃദയം കൊണ്ട് ഉത്തരദിക്കിലും ദക്ഷിണ ദിക്കിലേക്കും തിരിഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുവെങ്കിലും ഹൃദയം കൊണ്ട് വളരെ അകന്നുപോയവരുണ്ടല്ലോ. അവരുടെ അകലങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ. അകലങ്ങൾ മാറട്ടെ. ഇരുപക്ഷങ്ങൾ ഒന്നാകട്ടെ. അനൈക്യതകൾ മാറട്ടെ. ഐക്യതകൾ ഉണ്ടാകട്ടെ. അനൈക്യതകൾ ഇടുന്ന ബന്ധനങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ഐക്യമത്യം എന്നുള്ളത് ദൈവസഭയുടെ ഒരു ബലമാണല്ലോ. യേശുവിന്റെ നാമത്തിൽ സഭകൾ ഒന്നായി മാറട്ടെ. അകലങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കട്ടെ. ഒരുമിച്ച് സഭയിൽ കൂടാൻ കഴിയുന്നില്ലെങ്കിലും ഹൃദയം കൊണ്ടവരെന്നും ഒന്നായി തുടരട്ടെ. എന്ന് ഒരുമിച്ച് കൂടുന്നുവോ അന്നുള്ളതിനേക്കാൾ കൂടുതൽ ജനമായി അവർ കൂട്ടായ്മകളിൽ ഒരുമിച്ച് ചേരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എഴുന്നരുളും ദേവാ ഈ വേള, എഴുന്നരുളും ദേവാ ഈ വേള, നീരിன்றி വഴി വേറെയില്ല. എഴുന്നരുളും ദേവാ ഈ വേള,
വാനവും ഭൂമിയും മാറിനാലും ഉൻ വാർത്തയൊരു പോതും മാറുവതില്ലേ. കാലങ്ങൾ നേരങ്ങൾ മാറിനാലും എൻ ദേവാ നീരിன்றி വഴിയില്ലേ. எழுந்தருளும் தேவா இவேளை. எழுந்தருளும் தேவா இவேளை. நீரின்றி வழி வேறே இல்லை. எழுந்தருளும் தேவா இவேளை. எழுந்தருளும் தேவா இவேளை. எழுந்தருளும் தேவா இவேளை. நீரின்றி வழி வேறே இல்லை. எழுந்தருளும் தேவா இவேளை. ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അപ്പോസ്തലന്റെ ഹൃദയത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് യെരുശലേമിലേക്ക് പോകാൻ താൻ ബന്ധപ്പെടുന്നു. അതാണ് 20:16 വാക്യത്തിൽ. എത്രയും വേഗം യെരുശലേമിൽ തനിക്ക് എത്തിച്ചേരണം. 20:16 അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. കഴിയുമെങ്കിൽ പെന്തക്കോസ്ത് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ എഫസോസിൽ അടുക്കാതെ ഓടണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെയാണ് മിലേത്തോസിൽ എത്തിയത്. എന്നിട്ട് എഫസോസിലുള്ളവരെ മിലേത്തോസിലോട്ട് വിളിച്ചു. കാരണം എന്താണ്? തനിക്ക് എത്രയും വേഗം യെരുശലേമിലെത്തണം. താൻ ഏറ്റവും അപകടപ്പെടുവാൻ സാധ്യതയുള്ളിടത്തേക്ക് ചെല്ലണം. ഈ കാലയളവിൽ ഇതുപോലെയുള്ള അഭിഷിക്തന്മാരായി തീരുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി എന്തിനാണ് നമ്മൾ വായിക്കുന്നത്? കുറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനാണോ? അല്ല, നിത്യതയുടെ തുറമുഖത്ത് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി വലിയ കൃപകൾ സംഭരിക്കുവാൻ, നിത്യതയുടെ തുറമുഖത്ത് നമുക്ക് വെച്ചിരിക്കുന്ന സകല പ്രതിഫലങ്ങളും സ്വന്തമാക്കുവാൻ നാം ബന്ധപ്പെടണം. പൗലോസിനറിയാം, എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പൗലോസ് ഒരിക്കലും യെരുശലേമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, ദൈവാലോചന, താൻ അവിടെ ചെല്ലണമെന്ന്. 2, സംഭാവനകൾ കൊടുക്കുവാൻ. 3-ാമത്തെ കാര്യം, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ വായിക്കുന്നു, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി അവിടെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എവിടെ ചെന്നാലും പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറയും, ഇവിടെ നിനക്ക് കുറെ കഷ്ടങ്ങളുണ്ട്, ഈ മാസം ചില കഷ്ടങ്ങളിലൂടെ നീ കടന്നു പോകും. പല പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ നിനക്ക് കുറച്ച് കഷ്ടങ്ങളുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറയും. പൗലോസ് ഓർക്കും, ശരിയാണ്. പക്ഷെ പൗലോസ് അതിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ് പറയുന്നു, ഞാനിതൊന്നും അറിയുന്നില്ല. അതായത് ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന, ആത്മാവിന്റെ ലഹരിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ആത്മാവിൽ നേരിടാൻ കഴിയും. അതുകൊണ്ടാണ് താൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് യെരുശലേമിലേക്ക് പോകുന്നത്. ഇത് കേട്ട മറ്റുള്ള ശിഷ്യന്മാർ പേടിച്ചുപോയി, പോകരുതേ, അങ്ങോട്ട് പോകരുതേ. പൗലോസിന് അറിയാം, ഞാൻ ആത്മാവിന്റെ ലഹരിയിൽ നിറഞ്ഞവനാണ്. ആത്മാവിന്റെ ലഹരിക്കടിമയായി എനിക്ക് വരുന്ന കഷ്ടങ്ങൾ പോലും ഞാൻ തിരിച്ചറിയുന്നില്ല. പൗലോസിന്റെ ചരിത്രം പറയുമ്പോൾ പെട്ടെന്ന് സദൃശവാക്യത്തിൽ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അതായത് മദ്യപിക്കുന്ന, നേരെ വൈകിക്കുന്നവരെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അതായത് മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ട് പോലും അറിഞ്ഞില്ല. എന്താണ്?
മദ്യപിച്ച് നേരം വൈകിച്ചവർ. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എഴുന്നേറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇത് 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. ഇവർ ലഹരി പിടിച്ചവരല്ല, ഇത് മറ്റൊരു ലഹരിയാണ്. യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകരുന്ന ഒരു ആത്മാവാണ്. വീഞ്ഞു കുടിച്ചവർക്ക് ഇതുപോലെ ജീവിതത്തിൽ വരുന്ന നൊമ്പരങ്ങൾ അറിയാതെ മയങ്ങാൻ കഴിയുമെങ്കിൽ, അതുകൊണ്ടല്ലേ മദ്യപാനികളെ എടുത്തിട്ട് അടിച്ചാലും അവരെ ഒന്നും അറിയില്ല. അത് കഴിയുമ്പോഴാണ്, നേരം വെളുക്കുമ്പോഴാണ് പിന്നെ തിരുമലും അല്ലെങ്കിൽ ആ ചൂട് പിടിക്കലൊക്കെ നടത്തുന്നത്. എന്താണ്? ഈ കുടിച്ച് ബോധമില്ലാത്ത സമയത്ത് എത്ര ചവിട്ടിയാലും തള്ളിയാലും അറിയില്ല, ഓടെ കിടന്നാലും അറിയില്ല, പട്ടി വന്ന് വായിൽ മൂത്രമൊഴിച്ചാലും അറിയില്ല. വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. പൗലോസിനെ സംബന്ധിച്ച് സ്വർഗീയ ലഹരിയിലാണ്, സ്വർഗീയ വീഞ്ഞിൽ നിറഞ്ഞവനാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് കുടിച്ചവനാണ്. ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ അവൻ അറിയുന്നു പോലുമില്ല. ഇതൊരു മർമ്മമാണ്. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് നിങ്ങൾക്ക് ഏത് കഷ്ടങ്ങളിലൂടെ കടന്നു പോകാം. ഒന്നുകൂടി പറയാം, ഇന്ന് നിങ്ങൾ വലിയ കഷ്ടത്തിലാണോ? ആ കഷ്ടങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെ വിട്ട് മാറുന്നില്ലയോ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ പരിശുദ്ധാത്മാവുന്ന ലഹരിയിൽ നിറയുക. ആ കഷ്ടങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. ആ ലഹരിക്കകത്ത് നിങ്ങളുടെ കഷ്ടങ്ങൾ നിങ്ങൾ അറിയത്തു പോലുമില്ല. പൗലോസ് പറയുകയാണ്, എല്ലാ പട്ടണങ്ങളിലും കഷ്ടങ്ങളും പ്രതികൂലമുണ്ടെന്ന് ആത്മാവ് തന്നെ പറയുന്നു, പക്ഷെ ഞാനൊന്നും അറിയുന്നില്ല. നമ്മെ അറിയിക്കാതെ നമുക്കത് ജയിക്കുവാനും അതിനെ നേരിടുവാനുള്ള ശക്തി നമ്മെ പൊതിഞ്ഞിരിക്കുന്ന, നമ്മിൽ നിറഞ്ഞിരിക്കുന്ന, നമ്മെ മുക്കി വെച്ചിരിക്കുന്ന ആ ലഹരിക്കകത്തുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ, കഷ്ടങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതിനെയെല്ലാം നേരിടാൻ നമുക്ക് കഴിയും. ഫിലിപ്പിയ ലേഖനം 4:13 പൗലോസ് ലീഗ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എന്താണ് ആ വാക്ക്? പലരും എടുത്തു പറയുന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാവരും എടുത്തു പറയും, എനിക്ക് ശക്തനാകാൻ കഴിയും, ഞാൻ സകലത്തിലും മതിയാകുന്നു. ശക്തനാക്കുന്നത് ആരാണ്? നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ഞാൻ സകലത്തിലും മതിയാകും. എന്തിനൊക്കെ? കഷ്ടതയിലിരിപ്പാനും ഉയർച്ചയിലിരിപ്പാനും വിശന്നിരിപ്പാനും തൃപ്തനായിരിക്കാനും എല്ലാം എനിക്ക് കഴിയുന്നുണ്ട്. ഒന്ന്, ഞാൻ പരിശീലിച്ചിരിക്കുന്നു. 2, ശക്തനാക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ജീവിതത്തിൽ വരുന്ന എല്ലാ കഷ്ടതകളിലൂടെയും ദൈവം അനുവദിക്കുന്ന എല്ലാ പ്രതിസന്ധിയിലൂടെയും നമുക്ക് കടന്നു പോകാൻ കഴിയും. 100% നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നിരിക്കും. പുറത്തു വന്നേ മതിയാകും. അത് ദൈവത്തിന്റെ ഹിതമാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ പ്രതിസന്ധികളിൽ കൂടി പോലും നയിക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് വരരുതേ വരരുതേ, യേശുവിന്റെ നാമത്തിൽ പോട്ടെ. പോകത്തില്ല. പോകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നാം അതിലൂടെ കടന്നു പോവുക. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ശാസിച്ചിട്ടും നാളുകളായി ഉപവസിച്ചിട്ടും മാറിപ്പോവാത്ത ചില പ്രതിസന്ധികൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കുണ്ട്. വളരെയധികം നാളുകളായി അവർ കടന്നു പോകുന്ന ചില പാതകളുണ്ട്. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവരായി അവർ ഈ സത്യസന്ധമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്ങാൻ കഴിയാത്ത ചില വേദനകൾ എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങളിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവാകുന്ന ലഹരിയിൽ നിറഞ്ഞ് ഈ പ്രതിസന്ധിയെ അവർ ഒറ്റയ്ക്ക് ജയിക്കാതെ ആത്മാവിൽ നിറഞ്ഞു ജയിക്കുവാൻ, അതിനെ കടന്നു പോകുവാൻ കർത്താവ് കൃപ കൊടുക്കണമേ. എല്ലാ പ്രതിസന്ധികളെയും നിസ്സാരമായി അതിന്റെ വേദനകൾ പോലും അറിയാതെ അതിജീവിക്കുവാൻ കൃപ കൊടുക്കണമേ. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും ഇവർ ജയിക്കട്ടെ. ഈ പ്രാർത്ഥന മുഖാന്തരം അനേക കുടുംബങ്ങളിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.